सबसे पहले तो स्वदेशी की इस भावना से आज का जो पीपीटी बना है वो ज़ोहो पे बना है। माइक्रोसॉफ्ट पावर पॉइंट पे नहीं है, ज़ोहो पे बना है। അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നത് ഗൂഗിളും മൈക്രോസോഫ്റ്റും വിൻഡോസും ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ സെർച്ച് എഞ്ചിന് ഈ പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളെല്ലാം തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ള ഒരു അഹംഭാവത്തിലാണ്. അതിനും മറുപടി നൽകിയ ഏക രാജ്യം എന്ന് പറയുന്നത് വേണമെങ്കിൽ ചൈനയാണെന്ന് പറയാം. അവർക്ക് സ്വന്തമായിട്ട് നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. യൂട്യൂബിന് പകരമുണ്ട്, ഫേസ്ബുക്കിന് പകരമുണ്ട്, ഗൂഗിളിന് പകരമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആഗോളതലത്തിൽ അത് വലുതാക്കാനായിട്ട് ചൈനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇതാ ഗൂഗിളിന് ഇന്ത്യയുടെ മറുപടി വന്നിരിക്കുന്നു. അതായത് നമ്മുടെ തദ്ദേശീയ ഗൂഗിൾ തയ്യാറായി കഴിഞ്ഞു എന്ന് റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വദേശി ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യഘട്ടത്തിൽ മാറ്റത്തിന് തയ്യാറെടുക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായിട്ട് ഏതാണ്ട് 1996 തുടങ്ങിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഈ സോഹോ എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്ന ഒരു കമ്പനി ഇതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഏതാണ്ട് 40,000-ലധികം പേർക്ക് ജോലി നൽകുന്ന ഒരു വലിയ കമ്പനിയായിട്ട് മാറി. അപ്പോൾ ശ്രീധർ വെമ്പും ടോണി തോമസും ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭത്തിന് ആഗോളതലത്തിൽ ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ ആദ്യം സ്വന്തം രാജ്യം അംഗീകരിക്കണം. അവിടെയാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വനി വൈഷ്ണവ് സോഹോ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു എന്നറിയിച്ചത്. അതായത് മെയിൽ അയക്കുന്നതായിക്കോട്ടെ, റെയിൽവേ യാത്ര സംബന്ധിച്ചുള്ള കാര്യമായിക്കോട്ടെ, ട്രെയിനിൻ്റെ നിലവിലുള്ള ലൊക്കേഷൻ അറിയുന്ന കാര്യമായിക്കോട്ടെ, അങ്ങനെ ഇതിനെയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു റെയിൽ വൺ ആപ്പ് എന്ന് പറയുന്ന പുതിയ ആപ്ലിക്കേഷൻ പുറത്തേക്ക് ഇറക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് സോഹോ ആശ്രയിച്ചായിരിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകൾക്ക് വിദേശ കമ്പനികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് വെച്ചുകൊണ്ടാണ് സോഹോ ബുക്സ്, സോഹോ റൈറ്റർ, ചാറ്റ്, മെയിൽ ഇതൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സോഹോയെ ഒരു സ്വദേശി ഗൂഗിളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു കൂട്ടം ക്ലൗഡ് ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ക്ലൗഡിൽ അധിഷ്ഠിതമായ ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ചിട്ട് അത് വിൽക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഗൂഗിളിന് പകരമായിട്ട് വളർന്നു വരണമെന്നുള്ള ചിന്താഗതിയല്ല. വളരെ കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, ഗൂഗിളിന് പകരമായിട്ടുള്ള സേവനങ്ങൾ ഇതൊക്കെ നൽകുക എന്നായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത്. അപ്പോൾ ചെറുകിട ബിസിനസ് മുതൽ വലിയ കോർപ്പറേറ്റുകൾക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന നെറ്റ്വർക്കുകൾക്ക് സഹായമായ ആപ്ലിക്കേഷനുകളാണ് ഈ സോഹോ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിപണനം, ഉൽപ്പാദനക്ഷമത, സാമ്പത്തിക കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കുമുള്ള സേവനം ഇതെല്ലാം തന്നെ സോഹോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ എല്ലായ്പ്പോഴും മുന്നിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡേറ്റകൾക്ക് വലിയ സുരക്ഷ നൽകുന്നുണ്ട്, സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, മറ്റേതൊരു നെറ്റ്വർക്കിനും ഇത്തരം സുരക്ഷ നൽകാൻ കഴിയില്ല. ഇതായിരുന്നു അവകാശവാദം. പക്ഷേ നമുക്കറിയാം ഗൂഗിളിൽ നിന്ന് പോലും ആവശ്യക്കാർക്ക് ഇത് കൃത്യമായിട്ട് ചോർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ കൂടി അറിഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിന്? നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംഭാവന ചെയ്യുന്നത് ഇതേ ഗൂഗിൾ തന്നെയാണ്. അപ്പോൾ ഗൂഗിൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നിൽക്കുകയുള്ളൂ. ഇതേ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള IT മേഖലയിലുള്ള സംഭാവനകളുമൊക്കെ സോഹോയും നൽകുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഹോ എക്സ്പെൻസ്, സോഹോ ഇൻവോയ്സ്, സോഹോ ഷീറ്റ്, സോഹോ വർക്ക് ഡിവൈസ്, സോഹോ ടീം ചാറ്റ്, പാസ്വേഡ് മാനേജർ ഇവയെല്ലാം തന്നെ സോഹോ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെയിൽ വൺ ആപ്പ് എന്ന് പറയുന്ന പുതിയ ആപ്ലിക്കേഷൻ നിർമ്മിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ സ്വദേശിവൽക്കരണത്തിൻ്റെ ആ പാതയിലേക്ക് നമ്മൾ കടക്കുക. എപ്പോഴും ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ നിർമ്മിക്കും, നമ്മൾ മികച്ച രീതിയിൽ മുന്നേറും, ഇതൊക്കെ ചെയ്യുമെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം ഗൂഗിളിൻ്റെ തലപ്പത്തിലുള്ള സുന്ദർ പിച്ചെ ഒരു IIT പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയതാണ്. അന്ന് ഈ ഗൂഗിൾ ക്രോമിൻ്റെ തുടക്കമൊക്കെ ഡെവലപ്പ് ചെയ്ത് ഈ സുന്ദർ പിച്ചയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നീട് നിദാനമായതും. ഇത്തരത്തിൽ ഒരുപാട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. ഇവർ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റ് കാനഡ അല്ലെങ്കിൽ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് വേണ്ട, ഇന്ത്യയിൽ തന്നെ അതിനുള്ള അവസരമൊരുക്കുന്നു. അങ്ങനെ ഗൂഗിളിന്, വിൻഡോസിന്, മൈക്രോസോഫ്റ്റിനൊക്കെ പകരക്കാരെ നമുക്ക് കണ്ടെത്താം. ഇത് ചൈന തെളിയിച്ചിട്ടുണ്ട്. അവർ ബൈഡു എന്ന് പറയുന്ന ഒരു ആപ്പ് ഇറക്കിയപ്പോൾ അതിന് എല്ലാവിധ സംവിധാനങ്ങളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് അവർക്ക് സ്വന്തമായിട്ടുണ്ട്, വാട്സാപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്.
എല്ലാ സംവിധാനങ്ങളും മികച്ച രീതിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ അവർ ഈ ഹുവായി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ രംഗത്തിറക്കി. അന്ന് ഇത് രംഗത്തിറക്കിയപ്പോൾ ആൻഡ്രോയിഡ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഗൂഗിളിൻ്റെ പിന്തുണയോടുകൂടി. ഈ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കൂടി വന്നതോടുകൂടി ആൻഡ്രോയിഡ് ആ സേവനം നൽകുന്നില്ല, അല്ലെ ഗൂഗിൾ സേവനം നിർത്തിവെക്കുകയാണെന്ന് ഔദ്യോഗികമായി ചൈനയോട് പറഞ്ഞു. ചൈന വലിയൊരു പ്രതിസന്ധിയിലായി. പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തു. അതായത് അവരുടെ ഓൺ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ഹുവായി എന്ന് പറയുന്ന മൊബൈലിൽ പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ 3 ഫോൾഡ് 4 ഫോൾഡ് എന്നൊക്കെയുള്ള നിലയിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ UAE ഉൾപ്പെടെയുള്ള ഏതാനും ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. കാരണം മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഗൂഗിളിൻ്റെ സപ്പോർട്ട് വേണം, ആൻഡ്രോയിഡിൻ്റെ സപ്പോർട്ട് വേണം. അതില്ലാത്തതുകൊണ്ട് അവരൊരു പ്രതിസന്ധിയിലാണ്. അപ്പോൾ ആ ചൈനയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏതാണ്ട് 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ, ഒരുപാട് IIT പ്രൊഡക്റ്റുകളെ സംഭാവന ചെയ്യുന്ന ഇന്ത്യയിൽ അത്തരം ബദൽ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഗൂഗിളിന് ആപ്പ് അടിക്കാൻ മോദിയുടെ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ സോഹോയിലൂടെ പുറത്തു വന്നത്. ഇവർ പറയുന്നത് ഈ ഡേറ്റ പ്രൊട്ടക്ഷനാണ് ഗൂഗിൾ വലിയ കാര്യമായിട്ട് വെക്കുന്നതെങ്കിൽ അതേ ഡേറ്റ പ്രൊട്ടക്ഷൻ ഇവർക്കും സാധിക്കും. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ടല്ല. ഇപ്പോൾ ടിക്ടോക്ക് ചൈനയുടെ നമ്മൾ നിരോധിച്ചു, പകരം നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇത് ഗ്രാമീണ മേഖലയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ, ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയിൽ വ്യാപിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അവിടെ ചില പരാജയങ്ങൾ, പോരായ്മകൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ത്യ തീരുമാനമെടുത്തത് ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ബദൽ സംവിധാനങ്ങളിലേക്ക് നീങ്ങണം. അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഈ റെയിൽ 1 ആപ്പ് എന്ന് പറയുന്നത്. അപ്പം റെയിൽ ഇൻഫർമേഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അശ്വിനി വൈഷ്ണവ് ഈ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതിൻ്റെ പരീക്ഷണത്തിലൊക്കെ മുഴുകിയിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം, അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ നമ്മൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഈ ഒരു ആപ്പിലൂടെ യാത്രക്കാർക്കുള്ള സേവനങ്ങൾ, റെയിൽവേക്കുള്ള നേട്ടങ്ങൾ ഇതൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ മുമ്പ് ഒരുപാട് തവണ പൈലറ്റ് പ്രോജക്റ്റൊക്കെ നടത്തിയപ്പോൾ പരിമിതികളും പോരായ്മകളും കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ശ്രീധർ വെമ്പുവും ടോണി തോമസും ഒക്കെ ആയിട്ടുള്ള ചർച്ച നടത്തിയിട്ട് ഇതിന് പരിഹാരം കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന IRCTC എന്ന് പറയുന്ന റെയിൽവേ ആപ്പുണ്ട്, അതിനൊരു കുഴപ്പവും പറ്റില്ല, അത് അതുപോലെ തന്നെ അവിടെ നിൽക്കും. അതേ പാസ്വേഡും ലോഗിനും ഒക്കെ ഉപയോഗിച്ച് ഈ സോഹോ പ്രൊവൈഡ് ചെയ്യുന്ന റെയിൽ 1 ആപ്പിലേക്ക് നമുക്ക് കയറാം. പക്ഷേ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും ഇതെന്നുള്ളതാണ്. അപ്പം ഈ ഉപഭോക്താക്കൾക്ക് പുതിയ ID പോലും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറാനുള്ള അവസരം സോഹോ ഒരുക്കി തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേ അടിമുടി മാറുന്നു. അപ്പം രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന അല്ലെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ. അവിടേക്ക് നമ്മൾ ഗൂഗിളിനെ വെല്ലുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ അതിനുള്ള പകരക്കാരിലേക്ക് മാറുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ഈ IT കമ്പനികൾക്ക് മേൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ വിസയുടെ കാര്യത്തിൽ ഇപ്പോൾ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് വിസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ ഒറ്റയടിക്ക് ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന IT കമ്പനികൾക്ക് ഗൂഗിൾ സേവനം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്പനികളെല്ലാം തകർന്നു പോകും, എത്രയോ പേർ തൊഴിലില്ലാത്തവരായി തീരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത്തരമൊരു നീക്കം നടത്തുന്നത് ഒറ്റയടിക്ക് ഗൂഗിൾ ചെയ്യില്ല, പക്ഷേ ട്രംപിൻ്റെ ഒരു പിടിവാശിക്ക് മുമ്പിൽ അവർക്ക് അനുസരിച്ചേക്കാം. അതുണ്ടായാൽ അതിനൊരു ബദൽ മാർഗം വേണമെന്ന് ഇന്ത്യ കുറേ കാലമായിട്ട് ആലോചിക്കുന്നു. അങ്ങനെയാണ് ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഈ സോഹോ കമ്പനിയിലേക്ക് എത്തിച്ചേരുന്നത്. അക്കൗണ്ടിങ് മുതൽ HR വരെയുള്ള എല്ലാ സേവനങ്ങളും ഇവർ നൽകുന്നുണ്ട്. ഡേറ്റ പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന പരസ്പരം കണ്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ചാറ്റ് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലയിൽ, സെയിൽസ് IQവുമായി ബന്ധപ്പെട്ട മേഖലയിൽ, വെബ്സൈറ്റ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ കാര്യങ്ങൾക്കും സോഹോ ഒരു ബദലായിട്ട് വരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ആപ്പ് ഉപയോഗിച്ച് ഹുവായി എന്ന് പറയുന്ന മൊബൈലിനെ ചൈനയ്ക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ ഇതുപോലെയുള്ള നെറ്റ്വർക്കുകളിലേക്ക് ഗൂഗിളിന് പകരക്കാരനായിട്ട് നമുക്കും പുതിയ പുതിയ ആപ്ലിക്കേഷനെയും ഈ സെർച്ച് എഞ്ചിനെയും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും നാൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ ഇനി സ്വദേശിവൽക്കരണത്തിന് പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്തു. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് റെയിൽ 1 ആപ്പ് വന്നത്. അപ്പോൾ ഗൂഗിളിൽ ആപ്പ് അടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെയോ വിൻഡോസിൻ്റെയോ ഗൂഗിളിൻ്റെയോ ഒന്നും പേര് പറഞ്ഞ് അങ്ങനെ ആരും ഇന്ത്യയെ ഭയപ്പെടുത്തേണ്ട എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.